So, dear students, today I want to discuss Keam 2017 Physics Question Paper. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കേരള എഞ്ചിനീയറിങ്ങിന് വേണ്ടി 2019-2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങളുടെ ആവശ്യപ്രകാരം 2017 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 4 വീഡിയോയിലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മറ്റു വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഒരു ഈസിനെസ് ഫീൽ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക് ഇൻ ടോട്ടൽ എടുക്കുമ്പോൾ കാണാൻ കഴിയുക. തിയറി നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാക്സിമം സ്കോർ കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിലെ ഓരോ ക്വസ്റ്റ്യനിലേക്കും നമുക്ക് മൂവ് ചെയ്യാം. So the first question. A person observed that the full length of a train certain an angle of, so that angle, so that is given as a 15 degree. If the distance between the train and the person is 3 kilometer, the length of the train calculated using the parallax method have to express in meters. അപ്പോൾ ഒരു പേഴ്സൺ ഒബ്സർവ് ചെയ്യാണ് the length of a train in whole. So suppose this is the length as L and is observed by a person. ആ ഒബ്സർവ് ചെയ്യുന്ന ലെങ്ത് ആംഗിൾ ആണ് given as what 15 degree. So this angle is given as 15 degree. Our aim is to find what is the distance between the train and the person. The distance between the train and the person is 3 kilometer. It is given. Then the 3 kilometer. The length of the train calculated using the parallax method in meter is. So, നമുക്ക് parallax method പ്രകാരം സപ്പോസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവിഷൻ ബൈ ദ റേഡിയസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ. അപ്പോൾ ഇവിടെ നമുക്ക് ആർക്ക് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൽ ബൈ ആർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് എൽ ഈസ് ഈക്വൽ ടു തീറ്റ ഇൻ ടു ആർ. But keep in mind here theta is expressed in 15 degree. How we can convert it into radian? You know that 1 degree is pi division by 180. So simple ആയിട്ട് നമുക്ക് substitute ചെയ്യാം. So that is equal to theta as 15 into pi by 180 into the radius that is given as 3 kilometer. So 3 into 10 raised to 3. So on calculation, so if you take pi, then after calculation you get the answer as 250 pi. So C as the answer. അപ്പോൾ നമ്മുടെ പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഫാർ അവേ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഓർക്കുക. സപ്പോസ് യു വാണ്ട് ടു മെഷർ ദ ഡയമീറ്റർ ഓഫ് ദ സൺ വിത്ത് റെസ്പെക്ട് ടു എ പൊസിഷൻ ഓൺ എർത്ത്. അവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഇതാണ്. അവിടുത്തെ തീറ്റ നമുക്കറിയാമെങ്കിൽ ദ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ ഈസിയോടെ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡിവിഷൻ ബൈ ആർ. സോ ദാറ്റ് ഈസ് കോൾഡ് ദ പാരലാക്സ് മെത്തഡ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എ മെഷർമെൻറ്റ് റാൻഡം എറർ. അപ്പോൾ നമ്മുടെ എറർ സെക്ഷൻ പരിഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എറേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു ആസ് എ സിസ്റ്റമാറ്റിക് എറേഴ്സ് ആൻഡ് റാൻഡം എറേഴ്സ്. ആൻഡ് കീപ് ഇൻ മൈൻഡ് ദ സിസ്റ്റമാറ്റിക് എറേഴ്സ് അതിനെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുമെന്നും അതിനൊരു റെമഡി നമുക്ക് കൃത്യമായിട്ട് ഓഫർ ചെയ്യാൻ പറ്റുമെന്നും നമുക്കറിയാം.
പക്ഷെ റാൻഡം എറേഴ്സ് അല്ല. ആ റാൻഡം എറേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു അപ്രോക്സിമേഷൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ± 12%. സോ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ട്രൂ വാല്യൂ നമുക്ക് കൃത്യതയോടെ അറിയാം, പക്ഷേ എറർ നമുക്കൊരു റേഞ്ച് പറയാനേ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വി ടേക്ക് ദ ആവറേജ് വാല്യൂ ഓഫ് all the observations. So that is a very important one. Why we are taking that average value? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സപ്പോസ് നമ്മുടെ കയ്യിലിരിക്കുന്ന 3 ഒബ്സർവേഷൻസ് ഉണ്ടെന്നിരുന്നോട്ടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, 4 ആൻഡ് 6. യഥാർത്ഥത്തിൽ അതിൻ്റെ വാല്യൂ 4 സെൻറ്റിമീറ്റർ ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ആവറേജ് വാല്യൂ എടുക്കുന്ന സമയത്ത് so we get the value as 6 + 6 as 12/3 as 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് 2 മാത്രം നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിലോ 6 മാത്രം നമ്മൾ എടുത്തിരുന്നെങ്കിലോ നമുക്ക് ഒത്തിരി എറർ അവിടെ സംഭവിച്ചേനെ. സോ ബൈ ടേക്കിംഗ് ദ ആവറേജ് വാല്യൂ the distribution of errors will happen among the measurements. So that is the very important one, and hence we can വ്യക്തതയോടെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. സി ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് റീഡിങ്സ് ആൻഡ് ആവറേജിങ് ദം. സോ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുന്നതിനനുസരിച്ച് എറർ ഡിസ്ട്രിബ്യൂഷനും കൂടുതലായിരിക്കും. സോ നമുക്ക് വ്യക്തതയോടെ വി ക്യാൻ കോട്ട് ദ ആൻസർ ആസ് എ. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. See the third question. In order to measure the period of a simple pendulum using a stop clock, a student repeated the experiment for 10 times and noted down the time period for each experiment as it is given as that 10 readings. The correct way of expressing the result for the period is. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ദ ട്രൂ വാല്യൂ ഫോർ ദ ടൈം പീരീഡ് ടി? അപ്പോൾ നമ്മുടെ 10 ഒബ്സർവേഷൻസിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ദാറ്റ് ഈസ് 5.1 പ്ലസ് 5 പ്ലസ് 4.9 പ്ലസ് 5.1 പ്ലസ് 5 പ്ലസ് 4.9 പ്ലസ് 5.1 പ്ലസ് 5 പ്ലസ് 4.9. That division by 10. So if we just add it together, we get the value as 49.9 by 10. So you get the answer as 4.99. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണമേ, നമ്മളൊരു ഡിവിഷൻ ഉൾപ്പെടെയുള്ള ഒരു പ്രോസസ്സാണ് നടത്തുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ഒതുങ്ങണമെന്നുള്ള കാര്യം നമുക്കറിയാം. ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇവന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ അത് റീറ്റേൺഡ് ആകണമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ വി ഹാവ് ടു ആഡ് 1 വിത്ത് ദ പ്രിസീഡിംഗ് ഡിജിറ്റ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 5.0. സോ ബി എസ് ദി ആൻസർ. അപ്പോൾ നിയമം നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യം ഓർക്കണമേ. നമ്മളൊരു നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് നമ്മുടെ പ്രോസസ്സ് വരുന്നതെങ്കിൽ ആൻസറിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാകണമെന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ അഡിഷനും അതോടൊപ്പം സബ്ട്രാക്ഷനുമാണ് പ്രോസസ്സെങ്കിൽ അവിടെ മിനിമം ഡെസിമൽ പ്ലേസസ് ആൻസറിൽ ഉണ്ടാകണമെന്നുള്ള നിയമം ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ ഹിയർ നമുക്ക് 5 എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടിയത്. ബി എസ് ദി ആൻസർ. നമ്പർ 4. So here the following figure gives the movement of an object. Select the correct statement from the given choices. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്പീഡ് ടൈം കർവാണ് അല്ലേ. യെസ്. സോ ഹിയർ ഇറ്റ് ഈസ് ബിക്കം കോൺസ്റ്റൻറ്റ്, then increasing, then constant. So how we can easily find it?
നമ്മുടെ ഇവിടുത്തെ ചോയ്സസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്താ പറഞ്ഞത്, ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ഈസ്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്പീഡ് ടൈം ഗ്രാഫിൽ ജസ്റ്റ് ടേക്ക് ദ ഏരിയ ഈസ് വാട്ട്, സ്പീഡ് ഇൻ ടൈം. ഗുഡ്, യെസ്. സോ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് കിട്ടും. അതാണ് ഫസ്റ്റ് ചോയ്സ് പറയുന്നത്. രണ്ടാമത്തെ ചോയ്സ് ബി എന്താ പറയണേ, മാക്സിമം ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ സ്പീഡ്, ദ ചേഞ്ച് ഇൻ സ്പീഡ് ബൈ ടൈം. സോ വി ക്യാൻ സേ വി വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ സ്ലോപ്പ്. യെസ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. Then the object is at rest between 10th and 15th seconds. So അങ്ങനെ ഓരോരോ ചോയ്സ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരുന്നു. So we can just go with the first choice. What is the total distance traveled by it? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കണം. ആ ഏരിയ നമുക്ക് പല ഭാഗങ്ങളായിട്ട് മുറിക്കാം. So this one as the first part, a triangle. Yes. And the second one, a rectangle. And the third one, another one, fourth one. Yes, വളരെ പ്രധാനം. Fifth, a triangle. The sixth one, we can take another rectangle. The seventh one, a triangle. So we can find it. What is the value for that one? സോ ദ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ആദ്യത്തെ കേസ് നിങ്ങളൊന്ന് എടുത്തേ, ഒരു ട്രയാങ്കിൾ അല്ലേ. യെസ്, അപ്പോൾ അവൻ്റെ ഏരിയ എങ്ങനെ വരും, ഹാഫ് ഇൻറ്റു അവിടുത്തെ ബേസ് വാല്യൂ എത്ര വരും, 10 - 0 ആണ്. അപ്പോൾ 10 ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് 15 പ്ലസ്. നമുക്ക് ആദ്യത്തെ കേസ് എടുത്തു. രണ്ടാമത്തെ കേസ് എന്താണ്, ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു സൈഡ് എന്താണ് വരും, 15 - 10. 15 - 10 എന്തായിട്ട് വന്നു, 5 ആയി. 5 ഇൻറ്റു, യെസ്, ഈ ഹൈറ്റ് എത്ര, 15 ആയിട്ട് നിലനിൽക്കുകയാണ്. അത് ക്ലിയറായി, രണ്ടാമത്തതായി. ഇനി മൂന്നാമത്തതെന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കൂ, അവിടെ ഒരു റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ 25 - 15 എത്രയായിട്ട് മാറി, യെസ് 10. അവിടെ ഹൈറ്റ് എത്രയായിട്ട് വന്നു, 15 ആയി. സോ ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് നമുക്കറിയാം. യെസ്, ആ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ്, 25 - 15 ആണ്. സോ 10 ഇൻറ്റു അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നോക്കൂ, അത് ഈ പറഞ്ഞ 15 തുടങ്ങി നമ്മുടെ 14 ആണ്. സോ 14 നിന്ന് 15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി, ഇറ്റ് ഷുഡ് ബി, യെസ്, 30. ദെൻ പ്ലസ്. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അവിടെ ഒരു ട്രയാങ്കിളാണ്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 35 - 25 ആണ്. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ദാറ്റ് ഹൈറ്റ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. So that is nothing but 40. 40 minus this one as 20. So half into, yes, 10 into, yes, that height as 20 minus 40 has become 20. Good. Plus. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. സോ ദിസ് ഈസ് 45 minus 25 ആണ്. So it becomes 20 into that height becomes 20 plus that again a triangle. So it becomes a half into 5 into the altitude as so this height becomes 20. So after that calculation you get the value as 975 meter. So exactly നമുക്ക് ഫസ്റ്റ് ചോയ്സ് തന്നെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടി. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ ഒന്ന് ഓർത്തേക്കണമേ. ആദ്യം ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ ഓബ്ജക്റ്റ്, നമുക്കൊന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുക. സോ യു ഗെറ്റ് ദ കൺസെപ്റ്റ്. ജസ്റ്റ് ടാൻ തീറ്റ എടുത്താൽ മതിയാവും. മാക്സിമം ഡീസിലറേഷൻ ഹാപ്പൻഡ് ബിറ്റ്വീൻ 25th and 85th 25th and 30th seconds. 35th seconds. 25th and 35th മാക്സിമം ഡീസലറേഷൻ. സോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, വീണ്ടും ഇവിടെ സ്ലോപ്പ് ഉണ്ട്, നമുക്ക് കമ്പയർ ചെയ്യാൻ അവസരങ്ങളുണ്ട്. ദ ഒബ്ജക്റ്റ് വാസ് അറ്റ് റെസ്റ്റ് ബിറ്റ്വീൻ 10th and 15th seconds. ഇത് രണ്ടിനിടയിലും സ്പീഡ് കോൺസ്റ്റൻ്റ് ആണല്ലോ, അവിടെ ഒരിക്കലും റെസ്റ്റിൽ വരില്ല. ആൻഡ് സോ അങ്ങനെ നമുക്ക് വ്യക്തതയോടെ, യെസ്. ആൻഡ് ഹിയർ ദ അനദർ ചോയ്സ് ആസ് അറ്റ് 5th second
the speed of the object was decelerating. No, it is increasing. So നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാം the choice as A. So we can move to the next question. Two objects P and Q traveling in the same direction starts from rest. ഇപ്പോൾ രണ്ടുപേരുടെയും ഇനിഷ്യലായിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് 0ആണ്. വൈൽ ദ പി സ്റ്റാർട്ട്സ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ പി എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ടി 0ക്ക് സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഓബ്ജക്റ്റ് ക്യൂ സ്റ്റാർട്ട്സ് ലേറ്റർ അറ്റ് ടി ഈസ് ഈക്വൽ ടു 30. സോ ടി മൈനസ് 30 മിനിറ്റ്സ്. അപ്പോൾ 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് 0.5 അവർ എന്നൊരു കൺസെപ്റ്റിലാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പിച്ച് പറയാം ടി മൈനസ് 0.5 അവറിലാണ് അവൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം. ദെൻ ദ ഓബ്ജക്റ്റ് പി ഹാസ് ആൻ ആക്സിലറേഷൻ ഓഫ് 40 കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. We have to find what? To catch P at a distance of 20 kilometer, the acceleration of that Q should be. Qവിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കണം പിയെ നമുക്ക് ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി? അപ്പോൾ രണ്ടുപേരും നമ്മൾ ഒരേ പൊസിഷനിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് ട്രാവൽ ചെയ്ത് എത്തേണ്ട ടാർഗറ്റ് സിമ്പിളാണ്, ഒന്നാണ്, 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പി ഷുഡ് ഈക്വൽ ടു ക്യൂ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി സമയം കൊണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ഓർക്കുക. ആദ്യം രണ്ടുപേരും റെസ്റ്റിലെന്ന് ആരംഭിക്കുന്നു. ആദ്യം ടി സമയം കൊണ്ട് ഈ 20 കിലോമീറ്റർ പിയെ നമുക്ക് പരിഗണിക്കാം. അപ്പോൾ റെസ്റ്റിലെന്ന് അവൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് പി ഇൻറ്റു അവനെടുത്ത സമയം എന്ന് പറയുന്നത് എന്താണ്? ടി സ്ക്വയറാണ്. പക്ഷെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പി ടി സമയമാണ് എടുക്കുന്നതെങ്കിൽ ക്യൂ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അവനെക്കാളും 30 മിനിറ്റ്സ് കുറച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടി മൈനസ് 0.5 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം സമയം. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം അറിയാം, ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാഫ് ഇൻറ്റു എ പി ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്നത് 20 കിലോമീറ്റർ അല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, 20 ഇൻറ്റു 2 ഡിവിഷൻ ബൈ എ പി അല്ലേ? എന്താണ് ആക്സിലറേഷൻ ഓഫ് ദാറ്റ് പി നമുക്ക് തന്നിരിക്കുന്നത്? യെസ്, 40 എന്നാണ്. സോ 20 ഇൻറ്റു 2 ദാറ്റ് ഡിവിഷൻ ബൈ 40 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടൈം എത്രയെന്ന് നമുക്ക് പറയാം? ഇവിടെ തന്നിരിക്കുന്നതെല്ലാം നമുക്ക് കിലോമീറ്ററിലാണ് എന്നുള്ള കാര്യം ഓർക്കുക, അവറിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടൈം എന്ന് പറയുന്നത് നമുക്ക് 1 അവറായിട്ട് എടുക്കാം ടി. അപ്പോൾ പി കൊണ്ട് ട്രാവൽ ചെയ്ത സമയം 1 അവർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിൻ്റെ കൺസെപ്റ്റിലേക്കൊന്ന് വരൂ. ക്യൂ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? ടി മൈനസ് 0.5 അല്ലേ? ടിയുടെ എത്ര കിട്ടി? 1 അവർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അവനും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ആ 20 കിലോമീറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ദ ആക്സിലറേഷൻ ഓഫ് ക്യൂ ഇൻറ്റു ദാറ്റ് ടി. ടി ഈസ് ഹിയർ വാട്ട്? 1 മൈനസ് 0.5, സോ 0.5 സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ ക്യൂ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 20, 2 ഇൻറ്റു 20 ദാറ്റ് ഡിവിഷൻ ബൈ 0.5, സോ ദാറ്റ് ഈസ് 1/2 സ്ക്വയർ. സോ അത് നമുക്ക് മേലോട്ട് വരുത്താം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 20 40, 40 ഇൻറ്റു 4, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 160 കിലോമീറ്റർ പെർ അവർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആ 1 ഡയമെൻഷണൽ ക്വസ്റ്റ്യനുമായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുക. എസ് പിയും എസ് ക്യൂവും രണ്ടുപേരും ഒരേ പൊസിഷനിൽ നിന്ന് ട്രാവൽ ചെയ്തു, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചു, ഒരേ ഡിസ്റ്റൻസ് അവർ ട്രാവൽ ചെയ്തു, 20 കിലോമീറ്റർ തന്നെയാണ്. പക്ഷേ ഓർക്കുക, ക്യൂ തുടങ്ങിയത് 0.5 അവർ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ രണ്ടുപേരും ട്രാവൽ ചെയ്തത് 20 കിലോമീറ്ററാണ്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് പെട്ടെന്നെത്തി. നമ്പർ 6.
A train of length L move with a constant speed Vt. A person at the back of the train fires a bullet at a time t equal to 0 towards the target which is at a distance of capital D at a time t equal to 0 from the front of the train on the same direction of motion. Another person at the front of the train fires another bullet at a time small t equal to capital T towards the same target. Both bullets reach the target at the same time, assuming the speed of the bullet is Vb are the same, the length of the train is. അപ്പോൾ നമ്മുടെ ചോയ്സുമായിട്ടൊരു കൺഫ്യൂഷനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് വി ക്യാൻ ട്രൈ ഇറ്റ്. നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കൊരു ട്രെയിൻ അസ്യൂം ചെയ്യാം. ഓക്കെ, ട്രെയിൻ, യെസ്. അപ്പോൾ അതിന് എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. Yes, it is moves with a velocity, so that is given by as velocity of the train as Vt, that is given as a small t. Good. A person at the back of the train fires a bullet at a time t equal to 0 towards a target. അപ്പോൾ ഒരു ടാർജറ്റ് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ആ ടാർജറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ ടാർജറ്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് d ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ ഫ്രണ്ട് ഓഫ് ദ ട്രെയിനിൽ നിന്ന് ഡി സെപ്പറേഷനിൽ ഇരിക്കുന്ന ഈ നമ്മുടെ ടാർജറ്റ്, another person at the front of the train fires another bullet at a time t equal to t. t equal to 0 ആയപ്പോൾ ഇവിടെ നിന്ന് ഒരു ബുള്ളറ്റ് അയച്ചു. പക്ഷേ ഒരു അല്പസമയം കഴിഞ്ഞ് ക്യാപിറ്റൽ ടി സമയമായപ്പോൾ ഇവിടെ നിന്ന് ഒരു ബുള്ളറ്റ് വെച്ചു. പക്ഷെ രണ്ടും ടാർജറ്റിൽ ഒരേ സമയം വന്നു. രണ്ട് ബുള്ളറ്റ്സിൻ്റെയും സ്പീഡ് എന്ന് പറയുന്നത് വി ബി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ടാർജറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി ആണെങ്കിൽ പുറകിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എൽ മൈനസ് ഡി എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയം എടുത്തല്ലേ രണ്ട് ബുള്ളറ്റ്സുകളും ടാർജറ്റിലെത്തുക? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രാവൽ ചെയ്ത സമയം എങ്ങനെ കണ്ടുപിടിക്കും? ആ ഡിസ്റ്റൻസ് എത്രയാണ്? യെസ്, എൽ മൈനസ് ഡി അല്ലേ? യെസ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലല്ലേ നമ്മുടെ ബുള്ളറ്റ് മൂവ് ചെയ്യുന്നത്? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും റിലേറ്റീവ് വെലോസിറ്റി വരുമ്പോൾ യെസ്, വിത്ത് റെസ്പെക്ട് ടു ട്രെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? വി ബി മൈനസ് വി ടി. വളരെ പ്രധാനം. പക്ഷെ അതേ സമയം അല്ലേ ഇദ്ദേഹവും എടുക്കുന്ന ഇവിടുന്ന് വരുന്ന ബുള്ളറ്റും? അതെങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഡി. പക്ഷേ ഇവിടെ ഈ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ട്രെയിൻ മൂവ് ചെയ്യുന്നേ? അപ്പോൾ അവിടുത്തെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യാനല്ലേ പറ്റൂ വി ബി പ്ലസ് വി ടി. പക്ഷേ ഓർക്കണേ, ദാ ഈ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് ടി സമയം കഴിഞ്ഞതിന് ശേഷമല്ലേ? എന്നിട്ടല്ലേ ഈ ഇവൻ ട്രാവൽ ചെയ്തതും ഒരുമിച്ചെത്തുക? യെസ്, നമ്മുടെ ഇക്വേഷൻ നമ്മൾ ആയി കഴിഞ്ഞു. വളരെ പ്രധാനം, എല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാ ഇവനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തേ. സോ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ബൈ വി മൈനസ് വി ടി മൈനസ് ഡി ബൈ വി ബി മൈനസ് വി ടി. It should be equal to d by vb plus vt plus capital T. So L by vb minus vt is equal to, നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ യെസ്, സിമ്പിളായിട്ട് d by vb minus vt പ്ലസ് d by vb plus vt plus capital T. സോ നമ്മളതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തേ. സോ ഡി നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ വി ബി പ്ലസ് വി ടി, യെസ്, പ്ലസ് വി ബി മൈനസ് വി ടി, ദാറ്റ് ഡിവിഷൻ ബൈ യെസ് വി ബി സ്ക്വയർ മൈനസ് യെസ് വി ബി മൈനസ് വി ടി ഇൻ ടു, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, വി ബി പ്ലസ് വി ടി, ദാറ്റ് പ്ലസ് ടി. So it is very important.
So that is given as L by VB minus VT. അങ്ങനെയാണെങ്കിൽ വി ബി മൈനസ് വി ടി കൊണ്ട് രണ്ട് സൈഡും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, നമുക്ക് ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഓർക്കണേ, നമ്മുടെ വി ടിയും ഈ വി ടിയും ക്യാൻസൽ ആയില്ലേ. അപ്പോൾ ഡി ഇൻറ്റു എസ് ടു വി ബി ഇൻറ്റു വി ബി മൈനസ് വി ടി, ദാറ്റ് ഡിവിഷൻ ബൈ വി ബി മൈനസ് വി ടി ഇൻറ്റു വി ബി പ്ലസ് വി ടി പ്ലസ് ടി ഇൻറ്റു വി ബി മൈനസ് വി ടി. സോ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 2D VB by VB plus VT plus T into VB minus VT. So that is a very important concept. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ നമുക്കില്ല. സോ വി ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് വൺ. പക്ഷെ നല്ലൊരു ആസ്പെക്റ്റ് ആണെന്നുള്ളൊരു കാര്യം, പല പ്രസൻസ് ഓഫ് മൈൻഡുകൾ ഒരുമിച്ച് ചേർത്താൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റൂ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. From the ground, a projectile is fired at an angle of 60 degrees to the horizontal with a speed of 20 meters per second. Take the acceleration due to gravity as 10. The horizontal range of the projectile is, നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, യു സ്ക്വയർ സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റയെ നമുക്ക് എഴുതാം 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡിവിഷൻ ബൈ ജി ആണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു യു ഇവിടെ നമുക്ക് എത്രയും തന്നിട്ടുണ്ട്, 20 ഇൻറ്റു 2 ഇൻറ്റു സൈൻ 60, സിമ്പിളായിട്ട് നമുക്കറിയാം √3/2 കോസ് 60 ആസ് 1/2, ദാറ്റ് ഡിവിഷൻ ബൈ 10. അപ്പോൾ നമുക്ക് ഒരു 10 ക്യാൻസൽ, രണ്ട് 2 ക്യാൻസൽ ആണ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 20√3. സോ സി എസ് ദി ആൻസർ. അപ്പോൾ ഈ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡീഷണൽ ഫോർമുല മനസ്സിലേക്ക് വരട്ടെ. നമ്മൾ ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, യു സൈൻ തീറ്റ യു കോസ് തീറ്റ ദാറ്റ് ഡിവിഷൻ ബൈ ജി എന്ന് പറയുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയുമായിട്ടുള്ള റിലേഷനാണ്. അത് പല നല്ല ക്വസ്റ്റ്യനുകളും ചെയ്യാൻ ഈ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി എ പേഴ്സൺ ഫ്രം എ ട്രക്ക് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് 60 km/h. അപ്പോൾ ഒരു ട്രക്ക് മൂവ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഹൊറിസോണ്ടലി, സേ ദാറ്റ് ഈസ് ഗിവൻ ആസ് 60 km/h. Throws a ball upward with the same velocity. Good. Neglecting the effect of earth and choose the correct answer from the given choice. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ ബേസ്ഡ് ഓൺ നമ്മുടെ മൂവിങ് പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ ഓർക്കണേ, നമ്മളൊരു ബോൾ മേപ്പോട്ട് ഇടുമ്പോൾ ആ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ എറിയുന്ന ആൾ ഉൾപ്പെടെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ഹൊറിസോണ്ടൽ സ്പീഡ് ആ ബോളിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ 60 km തന്നെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് പേഴ്സണെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അവനൊരു പരാബോളിക് പാത്തിലായിരിക്കും. പക്ഷേ അറ്റ് എനി ടൈം ദാറ്റ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ആ അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഉറപ്പായിട്ടും ആ ട്രക്ക് അവിടെ എത്തിയിരിക്കും, തിരിച്ച് കയ്യിൽ തന്നെ കിട്ടിയിരിക്കും. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആയതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടിയിരിക്കും. പക്ഷേ നമ്മുടെ ഈ ട്രക്ക് റിട്ടാർഡേഷനോ അല്ലെങ്കിൽ ആക്സലറേഷനോ നടത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ട്രക്ക് ആക്സലറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ബോൾ കയ്യിൽ നിന്ന് പോകുന്നതിനുള്ള വെലോസിറ്റി ആയിരിക്കത്തില്ല. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ ട്രക്ക് അഹഡായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ പുറകിലായിരിക്കും ആ ബോൾ വീഴുക. പക്ഷെ അതേ സ്ഥാനത്ത് റിട്ടാർഡഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രക്കിന് മുന്നേ ആയിരിക്കും ആ ബോൾ വന്ന് വീഴുന്നത്. ഇങ്ങനെയുള്ള കേസസ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ചോയ്സ് ഏതിലേക്ക് പറയാം. സോ ദ പേഴ്സൺ ക്യാൻ ക്യാച്ച് ദ ബോൾ when it comes down if the truck continues to move with a constant speed of 60 km/h. നല്ല ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. നമ്പർ 9. See here, a body of mass 2m moving with a velocity v makes a head-on elastic collision with another body of mass m which is initially at rest.
സോ ആദ്യത്തെ ബോഡി 2m എന്നാണ് പറയുന്നത്, മൂവ് ചെയ്യുന്ന വെലോസിറ്റി v. രണ്ടാമത്തെ ബോഡി m ആണ്, പക്ഷേ അറ്റ് റെസ്റ്റ് ആണ്. The loss of kinetic energy of the colliding body is 2m മാസിൻ്റെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്താണ്? സോ നമുക്ക് ഇനിഷ്യലി തന്നിരിക്കുന്ന അവൻ്റെ ഇനിഷ്യലി ഇവ 2m കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു അവൻ്റെ മാസ് ഇൻറ്റു അവൻ്റെ വെലോസിറ്റി എസ് വി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ. ആഫ്റ്റർ കൊളിഷൻ അവൻ്റെ സ്പീഡ് എന്തായിരിക്കും? ഇലാസ്റ്റിക് കൊളിഷൻ വരുമ്പോൾ നമുക്കറിയാം ആഫ്റ്റർ കൊളിഷൻ ഫസ്റ്റിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന റിലേഷനാണ്, ദാറ്റ് ഈസ് v1 ഈസ് ഈക്വൽ ടു m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. പക്ഷെ നമുക്കറിയാം അവൻ്റെ സെക്കൻഡ് ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പോൾ ആ ടൈമിൽ നമുക്കിതാണ് വാല്യൂ. സോ v1 നമുക്ക് കണ്ടുപിടിക്കാം ആഫ്റ്റർ കൊളിഷൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m1. m1 ഈസ് വാട്ട്? 2m മൈനസ് m ഡിവിഷൻ ബൈ 2m പ്ലസ് m എന്ന് പറയുന്ന 3m ആയി. ദാറ്റ് മച്ച് v. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് 2m മൈനസ് m ബൈ 3m 1 ബൈ 3v എന്ന് നമുക്ക് കിട്ടി. അപ്പം രണ്ടാമത്തെ നമ്മുടെ ഫസ്റ്റ് ബോഡിയുടെ ആഫ്റ്റർ കൊളിഷൻ്റെ വെലോസിറ്റി നമുക്ക് കിട്ടിയാൽ അവൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് ഹാഫ് ഇൻറ്റു അവൻ്റെ മാസ് ഇൻറ്റു അവൻ്റെ വെലോസിറ്റിയായ v/3 സ്ക്വയറായി മാറത്തില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു v സ്ക്വയർ ഡിവിഷൻ ബൈ 9 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനിഷ്യലായി മാറിയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കൈനറ്റിക് എനർജി? ഇനിഷ്യൽ വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിഷ്യൽ മൈനസ് ഫൈനൽ എടുക്കാം. So m into v square minus m into v square by 9. So we can take that m into v square in common. So 1 minus 1 by 9. So that is equal to 9 minus 1, 8. 8 by 9 m into v square. So that is the very important concept. അപ്പോൾ നമ്മൾ ഈ കൊളീഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഹിയർ 8/9 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. So that is actually it is 8/9. So E is the answer. Number 10. The displacement x of body of mass 1 kilogram as a function of time t on a horizontal smooth surface is given as x is equal to 2t square. Then the work done in first 1 second by the external force. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്താണ്? മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 2t സ്ക്വയർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമുമായിട്ടുള്ള റിലേഷനാണ് നമുക്ക് തന്നിരിക്കുക. പക്ഷെ നമുക്കറിയാം ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് w ഇൻറ്റഗ്രൽ f ഇൻറ്റു dx. പക്ഷെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0 തുടങ്ങി അല്ലെങ്കിൽ ടൈം 1 സെക്കൻഡ് ആകുമ്പോഴുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ അല്ലേ? പക്ഷെ ഇവിടെ എക്സും ടൈമുമായിട്ടല്ല റിലേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് ടൈമും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഡി എക്സിനെ ഡി ടി രൂപത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇഫ് യു ജസ്റ്റ് ഡിഫറൻഷിയേറ്റ്, സോ യു ഗെറ്റ് ദ വാല്യൂ ആസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4t ഇൻറ്റു ഡി ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡി ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4t. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ ദാറ്റ് ഈസ് എ ഇൻറ്റഗ്രൽ. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു എ. യെസ്, എം ഇൻറ്റു എ ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ഈസ് വാട്ട്? 4dt. അവിടെ ഏത് മുതൽ ഏതുവരെയാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ആസ് എ 0 to 1. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആക്സിലറേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എക്സ് ഇസ് ഈക്വൽ ടു 2t സ്ക്വയർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് വെലോസിറ്റി. സോ ദാറ്റ് ഈസ് dx by dt. ദാറ്റ് ഈസ് ഈക്വൽ ടു 4t. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ആസ് 4. അപ്പോൾ നമുക്ക് ആക്സിലറേഷനും കിട്ടി. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഓഫ് മാസ് m
നമുക്ക് തന്നിട്ടുണ്ട് 1 ആണ്, ആക്സിലറേഷൻ 4 ആണ്, then 4 into dt, so that is equal to 6 into integral dt, so integral s, the velocity, dx is what? Yes, there should be a t here, that is important, so t is here. So when you differentiate, x become dx, so it becomes a, yes, 4 into t into dt. So good. So that is equal to integral t dt between the limits 0 to 1. So that is equal to 16 into integral t dt, that is t square by 2 between the limits 0 to 1. So that is equal to 16 by 2, that is equal to 8 joule. അപ്പോൾ ഓർക്കുക, നമുക്കറിയാവുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇൻറ്റു എക്സ് ആണ്. ഇവിടെ നമുക്ക് എക്സ് ടൈമുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുക. സോ വി റീപ്ലേസ് ദാറ്റ് ഡി എക്സ് ബൈ ഡി ടി. സോ അതെങ്ങനെ നമുക്ക് മാറ്റാം? എക്സ് ഇസ് ഈക്വൽ ടു 2t സ്ക്വയർ ആണ്. അതിനെ ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് 4t dt ആയിട്ട് നമുക്ക് കിട്ടി. എന്നിട്ട് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ എഫ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് നമുക്കറിയാം. മാസ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ നമ്മൾ എക്സിൻ്റെ ഫംഗ്ഷനിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 8 joule. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. നമ്പർ 11. A massless spring of length L and spring constant K is placed vertically on a table. അപ്പോൾ നമ്മുടെ ഒരു spring is there. It is placed vertically on a table. Yes. പിന്നെ നമ്മൾ a ball of mass m is kept on the top of the spring. അപ്പോൾ ആ ബോൾ വെച്ചപ്പോഴേ അപ്പോൾ അവന് കംപ്രഷൻ ഉണ്ടായി എന്ന് നമുക്ക് വിചാരിക്കാം. ഗുഡ്. ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ ബോൾ ഈസ്, അപ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടായ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ ബോളിന് തുല്യമാണ് അല്ലേ. സോ നമുക്ക് സിമ്പിളായിട്ട് mg=kx എന്ന് പറയാം. അപ്പോൾ അവിടെ ഉണ്ടായ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് mg/k എന്ന് നമുക്കറിയാം. അത് ബേസ് ചെയ്തിട്ട് നമുക്കറിയാം സ്പ്രിങ്ങിൻ്റെ കേസിൽ എം മാസ് വരുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π × √m/k അല്ലേ. അപ്പോൾ നമുക്ക് ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം അത് 2k/t അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് √k/m ആയിട്ട് മാറില്ലേ. എന്നാൽ സിമ്പിളായിട്ട് വെലോസിറ്റി നമുക്കറിയില്ലേ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു a ഒമേഗ അല്ലേ. എയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തൂടെ. mg/k അല്ലേ. ദാറ്റ് മച്ച് ഇൻറ്റു ഒമേഗ ആസ് k/m ഇല്ലേ. നമുക്ക് ജിയെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ mkയെ അകത്തേക്ക് കയറ്റുമ്പോൾ അത് m²/k² ആകില്ലേ, ഇൻറ്റു k/m അല്ലേ. സോ mm ക്യാൻസൽ അല്ലേ. യെസ്, ഒരു k ക്യാൻസൽ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? g × √m/k. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് a. അപ്പോൾ ഒരിക്കൽ കൂടെ ഓർക്കാം, നമുക്ക് അതിൽ കിട്ടിയ മാക്സിമം കംപ്രഷൻ നമുക്ക് കിട്ടി. അതിനെ നമുക്ക് ആംപ്ലിറ്റ്യൂഡായിട്ട് എടുക്കാം. സി ടൈം പീരീഡിൻ്റെ റിലേഷൻ നമുക്കറിയാം. ഒരു മാസ് സ്പ്രിങ് കൺസെപ്റ്റിൽ അതിൽ നമ്മൾ ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിച്ചു. എന്നിട്ട് സിമ്പിളായിട്ട് വെലോസിറ്റിയുടെ റിലേഷൻ എന്ന് പറയുന്നത് a ഒമേഗ നമുക്ക് കൊടുത്തപ്പോൾ ഉത്തരം കിട്ടി. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 12. Under the action of a constant force, a particle is experiencing a constant acceleration. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പവർ എന്താണ്? പവറിൻ്റെ സാധാരണ റിലേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് F × V. എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത്? മാസ് ഇൻറ്റു ആക്സിലറേഷനാണ്. പക്ഷേ വെലോസിറ്റി ആഫ്റ്റർ ടൈം t എന്ന് പറയുന്നത് u+at എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ.
അപ്പോൾ മാസും ആക്സിലറേഷനും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പവർ നമുക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം? ടൈമിന് പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ആൻസർ പറയാം? യെസ്, ഡി എസ് ദി ആൻസർ, ഇൻക്രീസിങ് യൂണിഫോംലി വിത്ത് ടൈം. ഗുഡ്. നമ്പർ 13. A copper wire with an area of cross section that is given as a 2 × 10 raised to -6 meter square has a free electron density of 5 × 10 raised to 22 per centimeter cube. നമുക്കതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10 raised to -6 മീറ്റർ ക്യൂബിലെ. സോ യു ഗെറ്റ് ദ വാല്യൂ 5 × 10 raised to 28 per meter cube. If this wire carries a current of 16 ampere, the drift velocity നമുക്കറിയാം I is equal to NEAVD. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. So the drift velocity is equal to I division by NE. What is the current here? 16 ampere by what is N here? That is equal to 5 × 10 raised to 28 into 1.6 × 10 raised to -19 into the area as 2 × 10 raised to -6. So നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ you get the value as 10 raised to -3 meter per second. So that is equal to 0.001 that much meter per second. So we can quote this one. These two choices are same. So 1 0 we can cut it and D as the answer. So we can just go to the next question, number 14. The resistance of the tungsten wire in the light bulb, which is a 120 volt 75 watt, the powered by a 120 volt direct current supply. അപ്പോൾ നമ്മുടെ 120/75 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? It is called the rated potential and the rated power. The rated power. അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഈ 120 വോൾട്ട് എന്ന് പറയാം. പക്ഷേ ഒരു ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അവൻ്റെ റേറ്റഡ് കൺസെപ്റ്റുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ റിലേഷൻ നമുക്കറിയാം. പവർ ഇസ് ഈക്വൽ ടു V²/R അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V²/P അല്ലേ? അപ്പോൾ അവിടെ വിയുടെ വാല്യൂ എത്രയാണ്? 120 × 120, that division by the power, that is equal to 75. So if you just multiply and divide, you get the answer as 192 ohm. So simple ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. Question number 15. The value of the current and flowing through the circuit given below. എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 കറണ്ട് നമുക്കിവിടെ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് I1, I2 ആൻഡ് I3. അപ്പോൾ നമ്മുടെ ക്രിച്ചോഫ്സ് നമ്മുടെ സെക്കൻഡ് റൂളും ഫസ്റ്റ് റൂളും നമുക്ക് ഉപയോഗിക്കാം. അറ്റ് ദ പോയിന്റ് സി നമ്മുടെ ജംഗ്ഷൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് പറയാം I1 + I2 ടുഗദർ ദാറ്റ് ഈസ് ഈക്വൽ ടു I3. ഇനി നമ്മളുടെ സെക്കൻഡ് റൂൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓർക്കണേ, ലോവർ ടു ഹയർ പൊട്ടൻഷ്യലിലേക്ക് പോകുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുമെന്നുള്ള സൈൻ കൺവെൻഷൻ എപ്പോഴും ഓർക്കുക. ഈ 2 സൈൻ കൺവെൻഷൻസ് ഓർമ്മയിരിക്കട്ടെ. അപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ നമ്മളതിനെ -IR എന്നെടുക്കും. അതോടൊപ്പം നമ്മൾ മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആണെങ്കിൽ അതിനെ +IR എന്നെടുക്കും. നമുക്ക് തന്നിരിക്കുന്ന സെല്ലിൽ നമ്മൾ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് പോകുന്നതെങ്കിൽ അതിനെ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മൾ മൂവ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണെന്നുണ്ടെങ്കിൽ -E ആയിട്ട്. എന്നിരുന്നാലും മനസ്സിൽ ഓർക്കേണ്ടത് ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ പ്ലസ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്തു, സെക്കൻഡ് ലോ നമുക്ക് ലൂപ്പ് റൂൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നുകൂടെ ഇവിടെ I2 പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് I2 ആയിരിക്കും.
അപ്പോൾ ഇങ്ങനെ വരുന്നത് നമുക്ക് കംഫർട്ടായിട്ട് I2 തന്നെ ആകണം. അതൊക്കെ ഇവിടെ I1 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ആമിലൂടെ വരുന്നത് എന്തായിരിക്കണം? I1 ആയിരിക്കണം. ഇത് I3 ആണ്. അപ്പോൾ ഇതും എന്താണ്? I3 ആണ്. യെസ്. സോ ദ സർക്യൂട്ട് എലിമെൻറ്റ് തന്നിരിക്കുന്നത് നമുക്ക് അപ്പടി വെച്ച് ചെയ്യാം. ഇപ്പോൾ കിർച്ചോഫ്സ് ലോയിൽ അത് പേടിക്കണ്ട. ഏത് ഡയറക്ഷനിലാണെങ്കിലും നമുക്ക് ചെയ്തു പോകാം. അവസാനം നമ്മൾ ചെയ്തിരിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ നമുക്കതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ ഫസ്റ്റ് റോ നമുക്കിത് ഈ ക്ലോക്ക് വൈസ് കൺസെപ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് വരാം. സോ ഇവിടെ നിന്ന് നമുക്ക് ഹയർ ടു ലോവർ പൊട്ടൻഷ്യലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ -14 എന്ന് എഴുതി. പിന്നീട് അടുത്ത് നമ്മളോട് വരുന്നത് 6 ആണ്. പക്ഷേ I1 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് നമ്മളവിടെ +6 × I1 എന്ന് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് സെല്ലിൻ്റെ +2 മൈനസ് ആണ്. സോ -10 എന്ന് എടുത്തു. പിന്നെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. സോ -I2 × 4. ആ നെറ്റ് വാല്യൂ 0 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്താൽ -14ഉം -10ഉം കൂടെ -24 + 6I1 ഗുഡ് -4I2 = 0. അപ്പോൾ നമുക്ക് ഒരു 2 കൊണ്ടുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്തേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 3I1 - 2I2 = 12. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇപ്പോൾ രണ്ടാമത്തെ ലൂപ്പ് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 10 വോൾട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം ഈ ഡയറക്ഷനിൽ തന്നെ നമുക്ക് എടുത്താൽ സോ ദ സെക്കൻഡ് ലൂപ്പ് നമുക്കറിയാം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ അത് +10 ആയിട്ട് നമുക്ക് മാറും. പിന്നെ കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ -6I1. അത് കഴിഞ്ഞിട്ട് നമുക്ക് I3 2ലേക്കാണ് നമുക്ക് പോകുന്നത്. സെയിം ഡയറക്ഷനാണ്. സോ മൈനസ് റെസിസ്റ്റൻസ് ഇൻറ്റു അവിടുത്തെ കറണ്ട്. സോ ഇറ്റ് = 0. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 കൊണ്ടൊരു ഡിവിഷൻ നടത്താം. 10നെ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3I1 ഗുഡ് 3I1 യെസ് പ്ലസ് 3I1 പ്ലസ് I3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഗുഡ്. അത് വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ഇക്വേഷനാണ്. പിന്നെ നമുക്ക് I3 എന്ന് പറയുന്നത് നമുക്കറിയാം I1 + I2 എന്ന് നമ്മൾ അറ്റ് സിയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് കൊടുത്താൽ അവിടെ എന്തായിട്ട് മാറും? 4I1 + I2 = 5. യെസ്. നേരത്തെ റിലേഷൻ എന്താണ്? യെസ് 3I1 - 2I2 = 12. അപ്പോൾ നമ്മുടെ സെയിം ബാക്ക്ഗ്രൗണ്ട് വരാൻ വേണ്ടി നമുക്ക് ഈ റിലേഷനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8I1 + 2I2 = 10 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്തേ 11I1 ആയില്ലേ? +0 = 22 ആയില്ലേ? സോ I1 വാല്യൂ നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 22/11. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ. ഗുഡ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I2 വാല്യൂ നമുക്ക് കിട്ടും. സോ നമുക്ക് സിമ്പിളായിട്ട് ഈ റിലേഷനിലേക്ക് എടുക്കാം. സോ I2 എന്ന് പറയുന്നത് 5 - 4 × I1. സോ 5 - 4 × 2 അപ്പം എത്രയായിട്ട് മാറി? 8 ആയി. സോ മൈനസ് വാല്യൂ ആയി. എന്താണ് അവിടുത്തെ മൈനസ് വാല്യൂയുടെ പ്രത്യേകത? നമ്മൾ കൊടുത്തിരുന്ന ഡയറക്ഷൻ തെറ്റെന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് I2 എന്ന് പറയുന്നത് റിവേഴ്സ് ആകണമെന്നാണ്. സോ വാട്ട് മേ ബി ഹിയർ I2 ഈസ് -3. അപ്പോൾ I3 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? I3 എന്ന് പറയുന്നത് I1 + I2 എന്നല്ലേ? അപ്പോൾ I1 എത്രയും നമുക്കറിയാം 2 -3. സോ യു ഗെറ്റ് ദ ആൻസർ -1A. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനും തന്നിരിക്കുന്നത് തെറ്റെന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് 3 വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ചോയ്സ് നോക്കുമ്പോൾ I1 എന്ന് പറയുന്നത് 2A ആണ്. യെസ്. I2 എന്ന് പറയുന്നത് -3 ആണ്. സോ വി ക്യാൻ ഈസിലി സേ B as the ആൻസർ. സോ ആ സൈൻ കൺവെൻഷൻ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഇനിയുള്ള ക്വസ്റ്റ്യനുകളെല്ലാം വളരെ ഈസിയാണ്. കൺസെപ്ച്വലി ഗുഡായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത്.
കമ്പയർഡ് ടു അതർ ഇയേഴ്സ് ഇത് ഒരല്പം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ട്രൈ ടു ഡു മാക്സിമം MCQs. Take care. God bless you.